കാസർഗോഡ് കോൺഗ്രസിൽ കൂട്ടയടി. DCC വൈസ് പ്രസിഡന്റും DKTF ജില്ലാ പ്രസിഡന്റും DCC ഓഫീസിൽ ഏറ്റുമുട്ടി. പരസ്പരം മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും DKTF ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത്. സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കമാണോ ഈ തരത്തിൽ കയ്യാങ്കളിയിലേക്ക് മാറിയത്? സംസ്ഥാനത്താകെ തന്നെ മറ്റെല്ലാ സ്ഥലത്തും കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ പുറത്തു വരുമ്പോൾ കാസർഗോഡ് വലിയൊരു നിശബ്ദതയായിരുന്നു ഉണ്ടായിരുന്നത്. ആ നിശബ്ദത ഇന്ന് മറുതയ്ക്ക് പുറത്തു വന്ന് നേരിട്ടുള്ള കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു, കൂട്ടയടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാസർഗോഡ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. DCC ഓഫീസിനകത്താണ് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും DKTF ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ ഏറ്റുമുട്ടിയത്. ജെയിംസ് പന്തമാക്കൽ ഈസ്റ്റ് ഏരിയയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ നേതാവാണ്. ജെയിംസ് പന്തമാക്കൽ നേരത്തെ 8 വർഷക്കാലത്തോളം വിമതനായി കോൺഗ്രസിന് പുറത്ത് നിന്ന് 2022 നവംബറിൽ കോൺഗ്രസിനകത്തേക്ക് തിരിച്ചു വന്ന നേതാവാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈസ്റ്റ് ഏരിയയിൽ 7 സീറ്റ് ജെയിംസ് പന്തമാക്കൽ വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് അനുവദിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. 2 സീറ്റ് വേണമെങ്കിൽ നൽകാമെന്നാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ വലിയ കൂട്ടയടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. 2 സീറ്റ് നൽകുമ്പോൾ DCC പ്രസിഡന്റ് PK ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട്, സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഏകാധിപത്യ പ്രവണതയോടുകൂടി പെരുമാറുന്നു. അവർ മനഃപൂർവ്വം സീറ്റ് നൽകുന്നില്ല എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നിവിടെ KPCC വൈസ് പ്രസിഡന്റ് ലിജുവിന്റെ നേതൃത്വത്തിൽ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അവസാന ചർച്ചകളിലേക്ക് കടന്നിരുന്നു. അത്തരം സമവായ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് തൊട്ടപ്പുറത്ത് ഈ കൂട്ടയടി നടന്നത്. രണ്ടുപേരും പരസ്പരം മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും എല്ലാവർക്കും അത്ഭുതമായിരുന്നു. കാരണം കേരളത്തിൽ എല്ലാ ഭാഗത്തും കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ പുറത്തു വരുമ്പോൾ കാസർഗോഡ് നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനത്തെ ഈ കൂട്ടയടിയിലേക്ക് അതെല്ലാം കാത്തുവെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വലിയ തമ്മിൽ തല്ലാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. കാസർഗോഡ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പോലും അവർക്ക് കൃത്യമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുമുള്ള പ്രധാന സ്ഥലങ്ങളിലൊന്നും തന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ നേതാക്കൾ തമ്മിലുള്ള ഈ തർക്കവും അടിയുമാണ് ഇതിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. PK ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം, PK ഫൈസൽ വിഭാഗം ഏകാധിപത്യ പ്രവണതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നു. അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകൾക്ക്, അവരുടെ വിഭാഗത്തിലുള്ള ആളുകൾക്ക് മാത്രം സീറ്റ് നൽകുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, വലിയ ആരോപണമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. ഏതായാലും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ തീർച്ചയായും കാസർഗോട്ടെ കോൺഗ്രസ്സുകാരും മോശമാക്കുന്നില്ല. ഇതുവരെ അവർക്കൊരു ചെറിയ നിസ്സംഗതയുണ്ടായിരുന്നു, അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ്. കൂട്ടയടിയാണ് DCC ഓഫീസിൽ. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.